2 ദിവസങ്ങൾക്ക് മുമ്പ് സിക്കിമിനെതിരെ വിജയ് ഹസാര ട്രോഫി മത്സരത്തിൽ 94 പന്തിൽ 155 റൺസ് അടിച്ച് രോഹിത് ശർമ്മ തകർത്താടി. 237 റൺസ് വിജയലക്ഷ്യം ഏറെക്കുറെ ഒറ്റക്ക് മറികടന്ന രോഹിത് വിന്റേജ് ഹിറ്റ്മാൻ മോഡിലായിരുന്നു. കാണികളെ ആവേശത്തിലാഴ്ത്തിയ ആ പ്രകടനത്തിന് ശേഷം ഇന്ന് നടന്നത് മറ്റൊന്നാണ്. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ രോഹിത്തിന്റെ ബാറ്റിംഗ് പ്രകടനം കാണാൻ രാവിലെ 7 മണി മുതൽ തന്നെ ആരാധകർ തടിച്ചുകൂടിയിരുന്നു. എന്നാൽ ഉത്തരാഖണ്ഡിനെതിരെ നേരിട്ട ആദ്യ പന്തിൽ തന്നെ രോഹിത് ശർമ്മ പുറത്തായി. ഗോൾഡൻ ഡക്ക്. ആദ്യ പന്തിൽ തന്നെ രോഹിത്തിനെ വീഴ്ത്തിയ ആ താരം ആരാണെന്ന് നോക്കാം. അധികം കേട്ടിട്ടില്ലാത്ത ഒരു പേര്, ദേവേന്ദ്ര സിംഗ് ബോറ. ആരാണ് ദേവേന്ദ്ര സിംഗ് ബോറ എന്നാണ് ക്രിക്കറ്റ് ലോകം ഇപ്പോൾ അന്വേഷിക്കുന്നത്. പ്രൊഫഷണൽ ക്രിക്കറ്റിൽ ചുവടുറപ്പിച്ചു വരുന്ന 25-കാരനായ ഒരു ഫാസ്റ്റ് ബോളറാണ് ബോറ. സത്യത്തിൽ ഇത് ബോറയുടെ 3ാമത്തെ മാത്രം ലിസ്റ്റ് എ മത്സരമാണ്. കരിയറിന്റെ ഇത്രയും തുടക്കകാലത്ത് രോഹിത്തിനെ പോലൊരു താരത്തെ ഗോൾഡൻ ഡക്ക് ആക്കിയത് ബോറയെ സംബന്ധിച്ച് മികച്ച നേട്ടം തന്നെയാണ്. ഈ മത്സരത്തിന് മുമ്പ് ലിസ്റ്റ് എ ക്രിക്കറ്റിൽ ആകെ 4 വിക്കറ്റുകൾ മാത്രമാണ് ബോറയുടെ പേരിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച വൈറ്റ് ബോൾ ബാറ്റർമാരിൽ ഒരാളായ രോഹിത് ശർമ്മ ബോറയുടെ 5ാമത്തെ ഇരയായി മാറി. ബോറയെ സംബന്ധിച്ച് ശരിക്കും ഇതൊരു സ്വപ്ന നിമിഷമാണ്. ബോറ വലിയ പരീക്ഷണങ്ങളൊന്നും നടത്തിയില്ല. പന്ത് കൃത്യമായ സ്ഥലത്ത് ലാൻഡ് ചെയ്തു. ബാക്കി കാര്യങ്ങൾ പിച്ചിലെ സാഹചര്യം ഏറ്റെടുത്തു. രോഹിത് നൽകിയ ക്യാച്ച് ജഗ്മോഹൻ നഗർകോട്ടി കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്തു. ഒരു മികച്ച പന്ത്, ഒരു വമ്പൻ വിക്കറ്റ്. പെട്ടെന്ന് തന്നെ ഈ യുവ പേസർ വാർത്തകളിൽ നിറഞ്ഞു. സ്റ്റാറ്റ്സ് നോക്കിയാൽ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ഭേദപ്പെട്ട ലിസ്റ്റ് എ നമ്പറുകൾ ബോറയ്ക്കുണ്ട്. ശരാശരി 19.5, സ്ട്രൈക്ക് റേറ്റ് 20.2. അതായത് അദ്ദേഹം കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തുന്നുണ്ട്. അധികം റൺസ് വിട്ടുകൊടുക്കുന്നുമില്ല. വിജയ് ഹസാര ട്രോഫിയിൽ ഹിമാചലിനെതിരെ നടന്ന ആദ്യ മത്സരത്തിൽ 4 വിക്കറ്റുകളാണ് ബോറ വീഴ്ത്തിയത്. എന്നാൽ മത്സരത്തിൽ ബോറയുടെ ടീമായ ഉത്തരാഖണ്ഡ് 95 റൺസിന് പരാജയപ്പെട്ടു. 15 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ കളിച്ച ബോറെ ആകെ 30 വിക്കറ്റുകളാണ് വീഴ്ത്തിയിട്ടുള്ളത്. ഉത്തരാഖണ്ഡ് പ്രീമിയർ ലീഗിലും താരം മികച്ച പ്രകടനമാണ് നടത്തിയത്. ഡെറാഡൂൺ വാരിയേഴ്സിന് വേണ്ടി കളിച്ച ബോറെ 6 മത്സരങ്ങളിൽ നിന്ന് 10 വിക്കറ്റുകൾ സ്വന്തമാക്കി. ഇപ്പോൾ രോഹിത്തിനെ പോലൊരു സൂപ്പർ താരത്തിന്റെ വിക്കറ്റ് കൂടി നേടിയത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം എത്രത്തോളം വർദ്ധിപ്പിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. എന്നാൽ രോഹിത്തിന്റെ വെടിക്കെട്ട് കാണാനെത്തിയ ജയ്പൂരിലെ ആരാധകർക്ക് ഇതൊരു ഹൃദയഭേദകമായ നിമിഷമായിരുന്നു. 155 റൺസിന്റെ ആ വെടിക്കെട്ട് പ്രകടനത്തിന് ശേഷം രോഹിത് വീണ്ടും ആധിപത്യം പുലർത്തുന്നത് കാണാനാണ് അവർ എത്തിയത്. അതിനു പകരം ദേവേന്ദ്ര സിംഗ് ബോറ തന്റെ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കുന്ന ഒരു നിമിഷത്തിനാണ് ആരാധകർ സാക്ഷ്യം വഹിച്ചത്. ക്രിക്കറ്റിന്റെ സൗന്ദര്യവും ഇതുതന്നെയാണ്. ഒരു ദിവസം നിങ്ങൾ രോഹിത് ശർമ്മയെ പോലൊരു ഇതിഹാസത്തിന്റെ മാസ്റ്റർ ക്ലാസ് പ്രകടനം കണ്ട് ആവേശഭരിതരാകുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം അതേ താരത്തെ ഗോൾഡൻ ഡക്കിന് പുറത്താക്കിയ ഒരു യുവ ബൗളറുടെ പേര് ഗൂഗിളിൽ തിരയുന്നു, ദേവേന്ദ്ര സിംഗ് ബോറ. ഈ പേര് ഓർത്തു വെക്കുക. അദ്ദേഹം ഈ പ്രകടനം തുടരുകയാണെങ്കിൽ ഇനിയും ഈ പേര് നമുക്ക് കേൾക്കാനായേക്കും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.